ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട ഡിയോ ആണ് വണ്ടി. നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിനകത്ത് വണ്ടി ഓടിയാണ് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 60,690 കിലോമീറ്ററാണ് ഇപ്പോൾ മീറ്ററിൽ കാണണം കേട്ടോ. പറഞ്ഞിരിക്കുന്ന വർക്ക് ഇൻഡിക്കേറ്റർ ലൈറ്റ് ചെക്ക് ചെയ്യുക, അതേപോലെ ബസർ പറഞ്ഞ് പിടിപ്പിക്കണം, പൊട്ടൽ സൗണ്ട് ഉണ്ട്, ബ്രേക്ക് ഇടയ്ക്ക് ജാം ആവണ ഒരു കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്, ബ്രേക്ക് പിടുത്തം പറയുന്നുണ്ട്, എൻജിൻ ഓയിൽ ചെക്കപ്പ്, സ്ലോ സ്പീഡിൽ ഓഫായി പോകണ കംപ്ലയിൻ്റ് ഉണ്ട്, അത് സ്ലോ സ്പീഡ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്, അതിൻ്റെയാണ് കാണിക്കുന്നത് കേട്ടോ. പിന്നെ ജനറലായിട്ട് സർവീസ് ചേസ് നമ്പർ വരുന്ന ഭാഗം വണ്ടി മുട്ടിയിട്ടൊന്ന് ചിളങ്ങിയിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് റെഡി ആക്കണം. അത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തോന്നി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് കമ്പനി ലൈനറല്ല, ഡ്യൂപ്ലിക്കേറ്റ് ലൈനറാണ്. അതിന് പുറമെ നമുക്കതിൻ്റെ ഈ ബാക്കിൽ ഉപയോഗിച്ചാണ് കേബിൾ. ഈ കേബിൾ പുതിയ കേബിളാണ്, പക്ഷേ ശരിക്കും ഈ മോഡലിന് വന്ന കേബിളല്ല. കാരണം ഇതിൻ്റെ ഇന്നറിന് നല്ല ലെങ്ത്ത് കൂടുതലാണ്. അത് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ഓരോ കേബിളിനും ഓരോ അളവാണ് കേട്ടോ. അപ്പോൾ ഈ കേബിൾ മാറ്റിയിട്ടതിന് ശേഷം ബ്രേക്ക് ലൈനർ മാറ്റിയാലാണ് ഓൾറെഡി ബ്രേക്ക് ക്ലിയർ ആവുള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ ഇട്ടേക്കാം. ബാക്കിലത്തെ ടയർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ഹബിന് വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. ടയറൊക്കെ പുതിയ ടയർ എടുക്കണം കേട്ടോ. പിന്നെ ബാക്ക് വീൽ പിടിപ്പിക്കുന്ന ഷാഫ്റ്റാണ്, അത് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്നാണ് വരിക. അപ്പോൾ അതിൻ്റെ ബെയറിങ്ങിൻ്റെയൊക്കെ പ്ലേ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഗിയർ ഓയിൽ നോക്കി വേറെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. പിന്നെ എയർ ഫിൽറ്റർ ക്ലച്ച് സൈഡൊക്കെ നമ്മൾ അഴിച്ചിട്ടുണ്ട്. എയർ ഫിൽറ്റർ ക്ലച്ച് ഗ്രീസിംഗ് ഒക്കെ നമുക്ക് ജനറൽ സർവീസിലുള്ളതാണ്, അതിന് വേണ്ടിയിട്ട് അഴിച്ചാണ്. എയർ ഫിൽറ്റർ നിലവിൽ കമ്പനി ഫിൽറ്റർ കിടക്കുന്നത്, പക്ഷേ അത്യാവശ്യം പൊടി കയറി ബ്ലോക്കായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് എയർ ഫിൽറ്ററും പ്ലഗും കൂടിയാണ് മാറ്റേണ്ടി വരാം. എയർ ഫിൽറ്റർ പ്ലഗും കൂടിയിട്ട് മാറ്റി പുതിയതാണ് സെറ്റ് ചെയ്യേണ്ടി വരാം. പ്ലഗ് എനിക്ക് തോന്നുന്നു വലിയ പഴക്കം തോന്നണില്ല, പക്ഷേ എന്നാൽ പോലും നമുക്ക് ഇതിങ്ങനെ പെയറായിട്ടാണ് ചെയ്യേണ്ടത് ശരിക്കും കേട്ടോ. അറ്റ്ലീസ്റ്റ് നമുക്കിപ്പോൾ പ്ലഗ് വേണമെങ്കിൽ ഇത് തന്നെ യൂസ് ചെയ്താലും എയർ ഫിൽറ്റർ മാറ്റി കളയണമായിരിക്കും ഏറ്റവും ബെറ്റർ. ഞാൻ എസ്റ്റിമേറ്റിൽ എയർ ഫിൽറ്ററും പ്ലഗും ഉൾപ്പെടുത്തുന്നുണ്ട്. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി, അതായത് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആ രീതിയിൽ ചെയ്യാം. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ഗ്രീസിങ്ങിനായിട്ട് അയച്ചാണ്. അപ്പോൾ നമുക്കിവിടെ ക്രാങ്കിൻ്റെ ഓയിൽ സീൽ ലീക്കായിട്ട് ഓയിൽ മൊത്തം ഇവിടെ ചാടി കിടക്കുക. ഈ സൈഡിലൊക്കെ മൊത്തം ഓയിലാണ് കാണുന്നുണ്ടോ. അപ്പോൾ ഫുള്ളൊന്ന് നീറ്റായിട്ടൊന്ന് ക്ലീൻ ചെയ്താൽ ചേട്ടാ ഓയിൽ സീൽ മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ നമുക്കത് ഈ ഇരിക്കുന്ന ഒരു വീലുണ്ടല്ലോ, വേരിയേറ്റർ ബോഡി എന്ന് പറയും, അതും ഈ ബോസ് ഡ്രൈവും തമ്മിൽ നല്ല രീതിയിൽ പ്ലേ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ ഭാഗം നോക്കുമ്പോൾ ഇവിടെ അറിയാം നമുക്കത് അതിൻ്റെ ഉള്ളിൽ പിടിച്ചോടിയാണ് ഈ കാണുന്നത്. നമുക്ക് നോക്കുമ്പോൾ അത് ഇവിടെ ജസ്റ്റ് ഇത്രയും പ്ലേ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അങ്ങോട്ടേക്ക് പോകും തോറും ഇത് തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരും. ഓൾറെഡി തേയ്മാനം തുടങ്ങിയിട്ടുണ്ട്, ഇനി കംപ്ലയിൻറ്റ് പെട്ടെന്നായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത സർവീസ് വരെയൊക്കെ ചിലപ്പോൾ കിടന്നൊന്നും വരില്ല. അതിൻ്റെ ലക്ഷണം കാണിക്കാന്ന് വെച്ചാൽ വണ്ടിക്ക് വലിയ തീരെ കുറയും, ക്ലച്ച് സൈഡിൽ നിന്ന് നല്ല രീതിയിൽ ശബ്ദ വ്യത്യാസം വരും, അതിൻ്റെ വീലുകൾ റോളർ കാര്യങ്ങളൊക്കെ പൊട്ടി പുറത്ത് വരാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ കൈയോടെ മാറ്റി വിടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വീലും ഈ ഒരു ബോസ് ഡ്രൈവ് മാറ്റാം. അപ്പോൾ ആ ഭാഗം ഓക്കെ ആക്കണം, റോളറൊക്കെ നമുക്ക് അത് തന്നെ യൂസ് ചെയ്യാം. പിന്നെ ഉള്ളത് പീസെറ്റ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബുഷാണ്. അത് ഓൾറെഡി ഇവിടെ നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ പൊട്ടിയ പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതും നമുക്ക് കൂട്ടത്തിലൂടെ മാറ്റിയിടേണ്ടതാണ്. പിന്നെ ബെൻഡെക്സ് ചെക്ക് ചെയ്തു, വർക്കിംഗ് ഓക്കെയാണ്. ക്ലച്ച് യൂണിറ്റും നമ്മളൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കി. ബെൽറ്റ് നമുക്ക് കിടക്കുന്നത് പുതിയതാണ്, പക്ഷേ കമ്പനി ആയിട്ടൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റ് പാർട്സാണ് നമുക്ക് കിടക്കുന്നത് കേട്ടോ. പുതിയതാണ്. നെക്സ്റ്റ് ടൈം ഒക്കെ മാറ്റിയിടുന്ന സമയത്ത് ഒറിജിനലൊക്കെ മേടിച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇതൊക്കെ നമുക്ക് കുറച്ചുകൂടി ഓടി കഴിഞ്ഞാൽ പിന്നെ വിശ്വസിച്ചൊരു വഴിക്ക് ഇട്ടുകൊണ്ട് പോകാൻ പറ്റില്ല, എപ്പോഴാണ് വഴിയിൽ പെട്ടുപോകണമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല കേട്ടോ. പിന്നെ അതേപോലെ കിക്കർ വീലൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. നിലവിൽ വേറെ അതുമായി കംപ്ലയിൻസോ കാര്യങ്ങളൊന്നും നിലവിൽ ക്ലച്ചിൻ്റെ ഭാഗത്തില്ല. എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് വേറെ പറയാത്ത കംപ്ലയിൻ്റ് ഒന്നും. കാർബറേറ്ററും ഈ പറഞ്ഞ രീതിയുടെ ജസ്റ്റ് നമ്മളതിൻ്റെ ട്യൂണിങ് മാത്രമായിട്ടൊന്ന് ഉൾപ്പെടുത്തുന്നുണ്ട്. അത് നമുക്ക് ഓൾറെഡി സർവീസിലുള്ളതാണ്. കാർബറേറ്റർ ക്ലീനിങ് പരമാവധി നമുക്ക് വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. കാരണം കാരണം വെച്ചാൽ ഇപ്പോഴത്തെ പെട്രോൾ E20 പെട്രോളാണ്. അത് ഉപയോഗിക്കുന്ന കാർബറേറ്ററുകൾ ദ്രവിക്കുന്നൊരു സ്വഭാവം കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് ഇല്ലെങ്കിൽ കാർബറേറ്റർ ഡിസ്റ്റർബ് ചെയ്യാണ്ടിരിക്കണം നല്ലത്, അഴിക്കാതിരിക്കണമാണ് നല്ലത്. പരമാവധി യൂസ് ചെയ്യുക. ഇപ്പോഴത്തെ ഒരു പ്രോബ്ലം നമുക്കത് ട്യൂണിങ്ങിൽ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്തിട്ട് തരാം കേട്ടോ. പിന്നെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് തരുന്നുണ്ട്. ഈ ഒരു യൂണിറ്റും കൂടി ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യണം, എന്നാലാണ് നമുക്ക് ആ പൊട്ടൽ സൗണ്ടിൻ്റെ കേസ് റെഡി ആവുള്ളൂ. കാരണം വെച്ചാൽ അതിൻ്റെ ഒരു ബ്ലേഡ് വാൽവ് ഉണ്ട്, അത് ഓപ്പൺ ആയിട്ട് കാണും. അതാണ് ആ പൊട്ടൽ കാണിക്കാനുള്ള മെയിൻ കാരണം. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിൽ ബ്രേക്ക് ലൈനർ നമുക്ക് മാറ്റിയിടണം. കാരണം ഫ്രണ്ടിൽ കിടക്കുന്നതും ഡ്യൂപ്ലിക്കേറ്റാണ്, പരമാവധി ഉപയോഗിച്ചും തീർന്നിട്ടുണ്ട്. അതും കൂടി ഒന്ന് കൂട്ടത്തിൽ കൂടെ മാറ്റിയിടണം കേട്ടോ. അപ്പോൾ ഫ്രണ്ടും ബാക്കും ബ്രേക്ക് ലൈനർ മാറ്റാനുണ്ട്. അപ്പോൾ അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റാണ് ഞാൻ അതിനകത്ത് ഇടുന്നത്. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ബുഷ് സെറ്റുകളൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്കിൻ്റെ ബുഷൊക്കെ അത് പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെ കോളർ മാത്രം മാറ്റിയതിന് ശേഷം അത് ഗ്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പരമാവധി നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റും. തേയ്മാനം കാണിക്കുമ്പോൾ തന്നെ അത് മാറ്റിയിടാണെങ്കിൽ ഏറ്റവും ബെറ്റർ അത് തന്നെയാണ്. ഇപ്പോൾ ഓൾറെഡി പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് കാര്യങ്ങൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നും വെച്ചാൽ ടയറായാലും പുതിയ ടയറാണ് ഫ്രണ്ട് കിടക്കുന്നത് കേട്ടോ. പിന്നെ ഹാൻഡിലിൻ്റെ ബെയറിങ് സെൻറ്ററിൽ വരുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നൊരു ബെയറിങ് യൂണിറ്റ് ഉണ്ട്. അത് ചെറിയൊരു അടി തുടങ്ങിയിട്ടുണ്ട്. അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മോഡലായതുകൊണ്ട് തന്നെ തൽക്കാലം നമ്മളത് സെറ്റാക്കി ഇടാം.
കൂടുതൽ കംപ്ലയിൻറ്റ് അതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ കൂടുതൽ കംപ്ലയിൻറ്റ് കാണിച്ച് ഒന്നത് നമുക്ക് ഫ്രണ്ട് ബ്രേക്കൊക്കെ പിടിക്കുന്ന സമയത്ത് ഗട്ടറിലൊക്കെ ചാടുമ്പോൾ കിടന്ന് ഇളകണ പോലെ ഫ്രണ്ടിൽ നിന്ന് ഒരു കംപ്ലയിൻറ്റ് വരും. അതല്ലെങ്കിൽ വന്ന പ്രോബ്ലം ഹാൻഡിൽ ടൈറ്റ് ആവും. ഹാൻഡിൽ ടൈറ്റ് ആകുമ്പോൾ വണ്ടി സൈഡ് വാളിൽ പാളിച്ച് അങ്ങനത്തെ പ്രോബ്ലംസൊക്കെയാണ് കാണിക്കാറ്. ഇപ്പം ലൂസായിട്ട് കിടന്ന് അടിക്കുന്നുണ്ട്. ഞാൻ തൽക്കാലത്തേക്ക് അഴിച്ച് സെറ്റാക്കിയിടാം. പിന്നെ നമുക്കതിൻ്റെ ബാറ്ററി 2024 മോഡൽ ബാറ്ററിയാണ് അതിന് ഇരിക്കണേ. ആമറോണിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ അതും കൂടി കൂട്ടത്തിൽ കൂടെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. നമുക്ക് 13 വോൾട്ട് നിലവിൽ കാണിക്കുന്നുണ്ട് ബാറ്ററിക്ക്. ലോഡ് കൊടുക്കുമ്പോൾ 9.5 വോൾട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് ചാർജ് ചെറിയൊരു കുറവ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് പ്ലഗിൻ്റെസ് പറഞ്ഞ പ്ലഗ് ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട്, നോക്കിയിട്ട് പറഞ്ഞാൽ മതി. അതേപോലെ തന്നെ എഞ്ചിൻ ഓയിലും കൂട്ടത്തിൽ കൂടെ മാറ്റി വിടുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടി വന്ന വർക്ക്. അപ്പോൾ നമുക്ക് ജനറൽ സർവീസിന് പുറമെ വന്ന വർക്ക് ജസ്റ്റ് ഒന്ന് പറയാം. ബ്രേക്കിൻ്റെ കേബിൾ നമുക്ക് മാറ്റുന്നത് ജനറൽ സർവീസിന് വരുന്ന വർക്കല്ല. അത് നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ബോഡിയൊക്കെ അഴിച്ചിട്ട് വേണം. കുറച്ചും കൂടി സമയം നമുക്ക് എടുക്കും. അത് ജനറൽ സർവീസിന് പുറമെ വന്ന വർക്കാണ്. മാറ്റേണ്ടി വന്ന പാർട്സുകൾ ജസ്റ്റ് ഒന്ന് പറയാം. എഞ്ചിൻ ഓയിൽ മാറണം, ഓയിൽ ബോൾട്ടിൻ്റെ വാഷ് ഓറിങ് കാര്യങ്ങൾ മാറ്റണം. ബാക്കിലത്തെ ബ്രേക്ക് ലൈനറും ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനറും മാറ്റാനുണ്ട്. ബാക്കിലേക്ക് വരുന്ന ബ്രേക്കിൻ്റെ കേബിൾ പുതിയതാണ്, വലിയ പഴക്കമായിട്ടില്ല. പക്ഷേ ഇതിൻ്റെ കേബിൾ അല്ലാത്തത് കൊണ്ട് നമുക്കതും മാറ്റി പുതിയത് ഇടേണ്ടതായിട്ട് വരും. പിന്നെ ഉള്ളത് എയർ ഫിൽറ്റർ പ്ലഗ്ഗാണ്. അതിന് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട്, നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ക്ലച്ചിലേക്ക് വരുമ്പോൾ വേരിയേറ്റർ ബോഡി എന്ന് പറഞ്ഞാൽ ഈ ഒരു യൂണിറ്റ്, ബോസ് ഡ്രൈവ്, ഈ പി സെറ്റ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു യൂണിറ്റ്, ഇത്രയും ക്ലച്ച് നമുക്ക് മാറ്റേണ്ടി വന്നു കേട്ടോ. പിന്നെ ക്രാങ്കിൻ്റെ ഓയിൽ സീൽ ലീക്ക് ഉണ്ട്, അതുകൂടി കൂടുതൽ മാറ്റി തരാം. അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ പ്രിപ്പയർ ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് വീഡിയോസൊക്കെ അയച്ചു തരാം. അത് കണ്ടതിന് ശേഷം നോക്കിയിട്ട് വാട്സാപ്പിൽ റിപ്ലൈ ചെയ്യോ അതല്ലെങ്കിൽ നമുക്ക് ആ വീഡിയോസ് വന്നേക്കണം, ആ മെസ്സേജ് വന്നേക്കണം ആ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ.